ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ 8ാമത്തെ നോമ്പ് തുടങ്ങിയില്ലേ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അന്ന് വാങ്ങി വെച്ച ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ കോഴിൻ്റെ പാർട്സും പിന്നെ കഴുത്തിൻ്റെ ആ ഭാഗവും കുറച്ച് എല്ലുള്ള പീസൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിലൊരു 2-3 ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ച ചിക്കനാണ് കേട്ടോ അത്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു വലിയുള്ളി അരിഞ്ഞത്, ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ അതാ ഞാൻ ഇവിടെ തണ്ണിമത്തൻ കൊണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മുഹബത്ത് കാ സർബത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മോൻ പറഞ്ഞത് അതിലോട്ട് സർബത്ത് വേണം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനായിട്ട് സർബത്ത് വാങ്ങാൻ പോകാനൊന്നും വയ്യ. അപ്പോൾ ഇവിടെ എന്തായാലും നന്നാരി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് അമ്മിക്കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ തണ്ണിമത്തൻ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഒരു വട്ടയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കേട്ടോ. പിന്നെ അതിലോട്ട് ഇതാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നാരി അവിടെ തിളപ്പിച്ച് വെച്ചത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാലും കൂടെ ഇതിലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ചൂടാറിയിട്ടുള്ള നന്നാരിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചാട്ടോ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നല്ല മണം ഉണ്ടായിരുന്നു. നാടൻ നന്നാരിയാണ് കേട്ടോ അത്, അതുകൊണ്ട് തന്നെ നല്ല മണമുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ കസ്കസ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അടിപൊളി മുഹബത്ത് കാ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതാ കറിക്ക് ആവശ്യമായിട്ടുള്ള അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്തെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ അരച്ച് ഞാൻ ഇതാ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കറി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പത്തിരി ഉണ്ടാക്കാനുള്ള ആ എനർജിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്ലാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരിക്കാണ് കേട്ടോ ഈ കറി നല്ല ടേസ്റ്റ്. അതാവുമ്പോൾ പത്തിരിയിൽ ഇങ്ങനെ ഒഴിച്ച് അത് കുതിർത്തിയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് കറി താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കളറ് മാറി വരുന്ന ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് ഇതാ താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേരിനാണ് ചിക്കൻ ഉള്ളെങ്കിലും കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലത്തെ ആ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാ നൂൽപൂട്ടിനുള്ള മാവൊക്കെ ദാ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് തരി കാച്ചിയതാണ്. തരി കാച്ചാതെ നമുക്ക് എന്ത് നോമ്പ് അല്ലേ. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂണ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷമായിട്ട് റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സേമിയയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള പാലും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുക കേട്ടോ, തിളയ്ക്കുന്നവരെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കട്ട കിട്ടിയാലോ റവ. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇത് ചൂടാറി വരുമ്പോഴും ഒന്ന് കുറുകും. അപ്പോൾ നല്ല കട്ടിയായിട്ടല്ല കേട്ടോ ഞാൻ ഇവിടെ തരി കാച്ചുന്നത്. കുടിക്കാനുള്ള ആ ഒരു പാകത്തിലാണ് ഞാനിവിടെ കട്ടിയാക്കുന്നുള്ളൂ കേട്ടോ, വറ്റിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അത് അതിലോട്ട് ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് 2 ചെറിയുള്ളിയും കൂടെ ഇട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി തരി കാച്ചിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നൂൽപുട്ടിനുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ ഇതാ തുടങ്ങി. ഞാനിത് പീച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നൂൽപുട്ട് അങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ നന്നാരി തിളപ്പിച്ചല്ലോ, അതിൽ കുറച്ച് ബാക്കി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കലക്കിയിട്ട് നാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സർബത്ത് പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് നോക്കി കളർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത്യാവശ്യം ചെറിയ കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതിലോട്ടും 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തു. ഇതാ തരി കാച്ചിയത് ഇവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള കുറുക്കൊക്കെ ആയിട്ടുണ്ട്, കുടിക്കാനുള്ള പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് എല്ലാതും ഓരോ ഗ്ലാസ്സിലൊഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എണ്ണക്കടി ഇവിടെ തലശ്ശേരിത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. ബ്രെഡ് ഷവർമ, പിന്നെ ഇറച്ചിപ്പത്തിരി, പിന്നെന്താ കിളിക്കൂട്, തേങ്ങാമുറി, അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഓരോ ഐറ്റംസും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് എന്തായാലും മാഷാല്ലാ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്